ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഇത് മുബാറക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു കേട്ടോ. ടുട്ടുതാ രാവിലെ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന പള്ളിയിൽ നിന്ന് തക്ബീറൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനോട് സൗണ്ട് ഉണ്ടാക്കില്ല പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എന്താ വെച്ചാൽ ഇന്നലെ രാത്രി കൊണ്ടുവന്നത് ആങ്ങള, പക്ഷെ ഓരില്ലായിരുന്നു കേട്ടോ. മോനും മോളൊക്കെ ഉപ്പാൻ്റെ ചെറിയ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോയി. ഒരവിടെ കൂടാൻ പോയി. മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഒരു കാണുന്ന സംഗതി. അപ്പോൾ അതാ പൊട്ടിക്കുന്ന തിരക്കിലാണ്. ചൂടുവെള്ളമൊക്കെ ഉമ്മച്ചിൻ്റെ എടുത്ത് വെച്ചിരിക്കണം കുളിക്കാനും. കുറേ നേരമായി അവനെ വിളിക്കുന്നത്. അപ്പോൾ സമയമില്ല. ഇവിടെ 8 മണിക്കാണ് നിസ്കാരം. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് പോയി കുളിക്കാൻ. രാവിലെ തന്നെ ഇതാ മാങ്ങയാണ് തിന്നുന്നത് കേട്ടോ. ഇവിടെ മാങ്ങക്കും ചക്കക്കും ഒന്നും ഒരു ക്ഷാമമില്ല കേട്ടോ. അവിടെ വെച്ചാൽ മാങ്ങ കിട്ടാനും ചക്ക കിട്ടാനൊക്കെ വലിയ പണിയാണ്. എന്താ പറയുക, ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ആർക്കും മാങ്ങ വേണ്ട. അവിടെ എന്ന് വെച്ചാൽ 2 മാങ്ങ കിട്ടി അതിന് തല്ലും പിടിയാട്ടോ. ഞങ്ങൾ എല്ലാവർക്കും രാവിലെ ചൂടുവെള്ളം വേണം കേട്ടോ. എന്താ പറയുക, പെരുന്നാളിന് മാത്രം. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ വലിയൊരു ചെമ്പിൽ അങ്ങനെ ചൂടുവെള്ളം വെച്ചാൽ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കും. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെ കേട്ടോ കണ്ടത്. എന്താ പറയുക, ഒരാളത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളെടുക്കും, അടുത്ത ആളത് കഴിഞ്ഞിട്ട് അപ്പക്കും വേറെ വെള്ളം വെക്കും. അങ്ങനെയാണ്, ഇതൊരു ശീലമാണ് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതാ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ കുളിയും കഴിഞ്ഞ് അവർക്ക് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ഒരു പോണ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. മോന് പെരും കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തർ ഇതാ നാസ്ത കഴിക്കുകയാണ് കേട്ടോ. കുക്കു ഉഴുന്നുദോശയും ബീഫുമാണ് കഴിക്കണേ. പിന്നെ വെച്ചാൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എപ്പോഴും നെയ്പ്പത്തിരിയും ബീഫുമാണ് ഉണ്ടാവല്. അതുപോലെ അപ്പവും ബീഫുമാണ് ഉണ്ടാവല്. ഇപ്രാവശ്യം നെയ്പ്പത്തിരി ഉണ്ടാക്കിയില്ല, കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു അതുകൊണ്ട് ഒപ്പിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ ബീഫും അപ്പവും തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ ഇന്നലെ എനിക്ക് മൈലാഞ്ചി ഇടാൻ പറ്റിയില്ല. മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവിടെ വന്നപ്പോഴേ കരച്ചിലാട്ടോ. എന്താ പറയുക, എല്ലാവരും മാറി മാറി ഇങ്ങനെ എടുക്കലും ഒന്നും എനിക്ക് പറ്റണമില്ല. പിന്നെ വെച്ചാൽ ഒരാളെ കയ്യിൽ നിന്ന് ഒരാളെ കഴിക്കല്ലേ. അപ്പോൾ എന്താ പറയുക, എനിക്ക് എന്തൊക്കെ ഒരു ഇടങ്ങേറ്. അങ്ങനെ ഇതാ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇടാണ്. ആങ്ങളുടെ മോൾ ഇട്ട് തരിക കേട്ടോ. അങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോൾ ഉമ്മച്ചി ഇതാ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല പിന്നെ ഒരു ഇന്നലെ രാത്രി കൂട്ടി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ പിന്നെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയി, അതായത് തറവാട്ടിലേക്ക്. അപ്പോൾ ഫുഡൊന്നും വേണ്ടായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് പിന്നെ അമ്മായി മന്തി ഉണ്ടാക്കി പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ചിക്കൻ മന്തി ആയിരുന്നു, അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മായി വെള്ളം കലക്കീനും അതൊക്കെ കുടിച്ച്. ഇവിടെ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും അടുത്തടുത്താട്ടോ. തറവാടും ഞങ്ങളെ വീടും ഉപ്പാൻ്റെ പെങ്ങന്മാരുടെ വീടും ഉപ്പാൻ്റെ പെങ്ങളെ മക്കളെ വീടും എല്ലാവരും അടുത്തടുത്താട്ടോ. ദൂരങ്ങളേ ഇല്ല, എല്ലാവരും അടുത്തടുത്ത്. ഫുള്ളിതാ മാങ്ങ വീട് എടുക്കുന്നത്. ഇപ്പം എടുക്കണ്ട, ഡ്രസ്സിലൊക്കെ ആവും. ഇത് തറവാട്. ഈ ഭാഗത്ത് ഉപ്പാൻ്റെ ഒരു പെങ്ങളെ മോനെ, അവിടെ ഉപ്പാൻ്റെ ചെറിയ പെങ്ങളെ വീട്, അവിടെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ വീട്, എല്ലാവരും അടുത്തടുത്ത്. വീക്കല്ലേ നോക്കി പോരെ. പിന്നെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് വന്ന് മൂത്ത പെങ്ങൾ കേട്ടോ, ഉപ്പാൻ്റെ ഏറ്റവും മൂത്ത പെങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങളൊക്കെ മരിച്ചു പോയി കേട്ടോ. അത് പെരുന്നാളിൻ്റെ പിറ്റേന്നാണ് മരിച്ചത്, നാളെയാണ് കേട്ടോ പിന്നെ ഉപ്പാൻ്റെ പെങ്ങളെ ആണ്ടൊക്കെ കഴിക്കണത്. അപ്പോൾ ഇതാ ഇവിടെ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പം അമ്മായി എടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പറഞ്ഞ് തിന്നാൻ കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ട, ഫുഡൊന്നും വേണ്ട, നമ്മൾ അതും ഇതൊക്കെ കഴിച്ചിട്ട് ഫുള്ള് എന്താണെന്ന് അറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ കായപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അതൊക്കെ തിന്ന്. പിന്നെ അമ്മായി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്നൊക്കെ മക്കൾസ് ഒന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ എന്താ പറയുക, അതൊന്നും കഴിച്ച് നോക്കണം, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ പറയാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ അതിൻ്റെ മെഹബൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ. അല്ല ആ സിനിമയല്ലേ പറഞ്ഞ എന്തോ അമ്മായി സ്പെഷ്യലായി ഉണ്ടായി. ആരെയും പറഞ്ഞപ്പോ തന്നെ. അപ്പൊ വരില്ലേ എല്ലാം പോവേ, എല്ലാ സാധനമാണ് ഗായ്സ് നമ്മൾ തിന്നോളെ. യൂട്യൂബിൽ ഉണ്ടാക്കിയ സാധനം ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാം. അതിന് പേരില്ല, പേര് നമുക്ക് തിന്നിട്ടിട്ടോക്കാം. ഡ്രസ്സിലാവും ഉണ്ട പൊട്ടിച്ചിട്ടാ നമുക്ക് നോക്കട്ടെ. വേറെ എടുക്കല്ലേ അമ്മായി, ഇതൊക്കെ തന്നെ മതി.
റഹ്മാൻ ഇത് സ്പെഷ്യലായിട്ട് അമ്മ ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് ഉണ്ടടി മേലോട്ടോ തേങ്ങ ഓയ് വേണം വേണ്ടാത്തോ ഇതും കൂട്ടി ഈ അച്ചാറും കൊടുത്തു ഇത് കൂട്ടിയത് എന്തുമ്മാ എന്താ കത്തുന്നറിഞ്ഞ പേര് ഇട്ടോ ക്യാരറ്റ് ഉണ്ട ഞാൻ കുറച്ച് കുറച്ചിട്ടോ കുക്കൂന് കൊടുക്ക് പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വീട് ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ വീട് കേട്ടോ അത് തൊട്ടപ്പുറത്ത് താഴെ തന്നെ കേട്ടോ അതാ അപ്പം ഞങ്ങൾ അവിടെ എത്തീന് അപ്പോൾ ഇവിടെ എന്താ പറയുക ഒരു കുഞ്ഞാവുണ്ട് കേട്ടോ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ മോളെ കുട്ടിയുണ്ട് അപ്പോൾ പിന്നെ അതിനെ കാണാമെന്നും കൂടെ വെച്ചിട്ട് തന്നെ വന്നത് അപ്പോൾ അതിന്ന് അവിടേക്ക് പോയിക്കണം അവൻ്റെ വീട്ടിലേക്ക് പോയിക്കണം അവിടെ എന്തോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാനും പറ്റിയില്ല അമ്മ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പായസം ഉണ്ടായിരുന്നു ബിരിയാണി ഞങ്ങൾ വേണ്ടായിരുന്നു പിന്നെ സേമിയ പായസം കുടിച്ചിട്ടോ അടിപൊളി പായസമൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ 2 ഗ്ലാസ് കുടിച്ചു ഒരു ഗ്ലാസ് അല്ല സേമിയ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ പായസങ്ങളോ വലിയ താല്പര്യമൊന്നുമില്ല സേമിയത്തിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് ഇനി ഇപ്പം ചെറിയ പെങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെയും കൂടെ കയറിയിട്ട് നേരെ പുരയ്ക്ക് പോകണം ഉമ്മച്ചി കുറേ നേരമായിട്ടോ വിളിക്കുന്നു എന്താ വരാത്ത കുഞ്ഞിനെയും കൊണ്ട് പോയതല്ലേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതാ ഇനി ഇതും കൂടെ കയറി അങ്ങോട്ട് പോകണം വേറെ എവിടെയും ഇനി പോകണില്ല അപ്പോൾ ഇതാ ഇത് ഇപ്പം ചെറിയ പെങ്ങളെ വീടാട്ടോ അപ്പോൾ ഒരു വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയെന്ന് പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ എന്താ പറയുക അവിടെയും സേമിയ പായസമായിരുന്നു അപ്പോൾ ഇത്താത്ത അങ്ങനെ കുറേ തിന്നോ പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പായസം കുടിച്ചു ചോറും തിന്നാൻ പറ്റിയില്ല ചോറ് പിന്നെ എവിടെ നിന്ന് തിന്നിട്ടില്ല വേണ്ട ഇനി വൈകുന്നേരമൊക്കെ പോയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ചോറൊക്കെ തിന്നണം കേട്ടോ ഇപ്പോൾ ഒന്നും പിന്നെ പോകില്ല അങ്ങനെ ഇതാ ഉപ്പാൻ്റെ പെങ്ങളെ മരോളും ഞങ്ങളെല്ലാവരും കൂടെ ഇനിയിപ്പോൾ പുരലേക്ക് പോവാണ് എൻ്റെ പുരലേക്ക് പോവാണ് ഇനി അവിടെ പോയിട്ട് കുറച്ച് കഥകളൊക്കെ പറയാം അപ്പം പോകുന്ന വഴിക്ക് 2-3 മാങ്ങയും കൂടെ പെറുക്കി അപ്പോൾ ഉമ്മച്ചി കുറേ മാങ്ങ പെറുക്കി കൊണ്ടേക്ക് പറഞ്ഞിരിക്കണേ അപ്പോൾ അതൊക്കെ ഇനി മുറിച്ചിട്ട് കുരുമുളകൊക്കെ ഇട്ടൊന്ന് തിന്നണം അങ്ങനെ ഇതാ പുരലെത്തി പിന്നെ എന്താ പറയുക ചോറ് എന്തോ ഉമ്മച്ചി നോക്കാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടാണ് അപ്പോൾ ഇതാ മാങ്ങയൊക്കെ മുറിച്ച് കുരുമുളകൊക്കെ ഇട്ട് പുരട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് മിന്നിക്കണം ചോറ് തിന്നണേലും ടേസ്റ്റ് ഇങ്ങനത്തെയൊക്കെ തിന്നാനാട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ചോറൊന്നും വേണ്ട ഇങ്ങനത്തെ ഇത് പേരക്ക അങ്ങനത്തെ കിട്ടുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ ഇതൊക്കെ തിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്താ പറയുക കുറേ വീഡിയോസ് നമ്മളിവിടുന്ന് ഞാൻ എടുക്കാൻ വിട്ടുപോയിക്കണം ഒന്നാമത്തെ മോൻ്റെ കരച്ചിലും കാര്യങ്ങളും പിന്നെ വെച്ചാൽ അവിടുത്തെ പോലെയല്ലേ എപ്പോഴും ആളുണ്ടാവും ഇപ്പം തന്നെ ഞാൻ അയൽവാസീൻ്റെ വീട്ടിൽ പോയിട്ടാട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യണത് സൗണ്ട് എനിക്ക് അവിടുന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എപ്പോഴും പോലെ ആളേക്കും അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ സീ യു